യിലോ ഒരു പ്രസ്ഥാനത്തിലോ ഉള്ളപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെയുള്ളത് നമുക്ക് പണിയരാറുണ്ട് അല്ലെ. ഒരു കൂട്ടായ്മയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുന്ന കൂട്ടായ്മയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ ഭയങ്കര ഫ്രീ ആണ്, ബോഡി ലാംഗ്വേജിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഒരു ഒഫീഷ്യൽ നിങ്ങളുടെ ജോലി സ്ഥലം, അതല്ല എങ്കിൽ നിങ്ങളൊരു പ്രസ്ഥാനത്തിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഇച്ചിരി ഓത്തന്റിക് കൂട്ടായ്മയിൽ ഉള്ളപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം അവിടെ വളരെ കൃത്യമായി അളക്കപ്പെടും, അതൊരു ജഡ്ജ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ്മയിലുള്ളപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിനെ ശ്രദ്ധിക്കണം. 5, പെട്ടുപോയാൽ, ഒരു പക്ഷേ നമ്മൾ പെട്ടുപോയാൽ നിങ്ങളുടെ ഇമോഷൻസിനെ ശ്രദ്ധിക്കണം. ശരിയല്ലേ? നമ്മൾ പെട്ടു അല്ലെ, നമ്മൾ കുടുങ്ങി, നമ്മൾ ഇങ്ങനെ ആയെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നമ്മൾ പാനിക്കാവുകയാണ്. അയ്യോ എന്ത് ചെയ്യും, നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നു, ചിലപ്പോൾ നമ്മൾ പൊട്ടിക്കരയുന്നു. നമ്മൾ പെട്ടാൽ നമ്മൾ കുറച്ചുകൂടി ഇമോഷണലി സ്റ്റേബിൾ ആകണം. നമ്മുടെ മനസ്സിനെ പക്വതയോടെ പാകതയോടെ ചിന്തിക്കാനുള്ള സമയം കൊടുക്കണം. ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ നമ്മൾ പെട്ട് നിൽക്കുമ്പോൾ ഇടപെടാം. എനിക്കറിയാം, പെട്ട് നിൽക്കുമ്പോൾ ഇതൊന്നും ഓർമ്മയിൽ വരില്ല, വരണം, അത് പ്രാക്ടീസ് ചെയ്യണം. പെട്ടുപോയാൽ നമ്മുടെ വികാരങ്ങളെ, ഇമോഷൻസിനെ നമ്മൾ ഉറപ്പായും ശ്രദ്ധിക്കണം. 6ാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് ഐശ്വര്യം വന്നാൽ നിങ്ങളുടെ ഈഗോ ശ്രദ്ധിക്കണം. രക്ഷപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈഗോയാണ് നിങ്ങളെ വില്ലനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. നമുക്ക്